എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സെയിലിൻ്റെ വിവരങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ച് വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴയൊക്കെ പെയ്തതിന് ശേഷം നമ്മുടെ ലോട്ടസിൻ്റെയൊക്കെ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പം നമ്മൾ താഴെ വെച്ചിരിക്കുന്ന പോട്ടുകളാണ് ഇതൊക്കെ. അതിലൊക്കെ എല്ലാത്തിലും മിക്കവാറും ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. പിങ്ക് ക്ലൗഡും ഫീമും അഫക്ഷൻ 16 എന്നൊക്കെയുള്ള ലോട്ടസുകളിലെല്ലാം തന്നെ നല്ല രീതിക്ക് തന്നെ ബഡ് വന്നിട്ടുണ്ട്. പിന്നെ പുതിയ 1-2 വെറൈറ്റികളൊക്കെ വാങ്ങി വെച്ചു. അതും നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് മഴയൊക്കെ ആയതിനു ശേഷം നല്ലതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ വളരുന്നുണ്ട്. ഇടയ്ക്ക് ലോട്ടസിൻ്റെയൊക്കെ ലീഫൊക്കെ കരിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, നിറഞ്ഞ് അസോളയൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. ഇനി കുറച്ചൊക്കെ മാറ്റണം. ഇപ്പം നമ്മൾ കണ്ട ബഡ് ഫീമിൻ്റേതാണ്. ഫീമിനിപ്പം 3-4 ഫ്ലവറായി. മറ്റേത് അഫക്ഷൻ 16 ആണ്. അപ്പോൾ നമ്മൾ അധികം ഒന്നും ശ്രദ്ധിക്കേണ്ട. കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാനിത് പോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില പോട്ടിൽ ലോട്ടസും വാട്ടർ ലില്ലിയും കൂടെ ഒക്കെ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു നല്ല പിങ്ക് കളറിലെ വാട്ടർ ലില്ലിയാണ്. അതിനകത്ത് ഫ്ലവർ ആയിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ യെല്ലോ പിയണി. ഇതാണ്ട് അഖിലയ്ക്കകത്ത് ബഡാണിതിപ്പോൾ. അഖില ഇപ്പം 2-3 പോട്ടിനകത്തുണ്ട്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് നിൽക്കുകയാണ്. പിന്നെയുള്ളത് യെല്ലോ പിയണിയാണ്. നമ്മളിപ്പോൾ ഒരുപാട് ലീഫായി കാണുന്നത്. അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും. പിന്നെ നിങ്ങൾ പോട്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഒരുപാട് വളങ്ങളൊന്നും ഇടരുത്. അത് കഴിഞ്ഞ് ട്യൂബർ ചീഞ്ഞു പോയാൽ ഇപ്പം നിങ്ങൾ കൊടുക്കുന്നവർ സെല്ലേഴ്സിനെ ഒന്നും കുറ്റം കൊണ്ട് മാത്രമല്ല അത് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ പോട്ടി മിക്സിൻ്റെ തകരാറുകൾ കൊണ്ടോ ആയിരിക്കാം. എനിക്കും അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോഴും എനിക്കതൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയാണ് അതൊക്കെ പറയുന്നത്. നിങ്ങൾ പോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലുപൊടിയൊന്നും കൂടുതൽ ഇടാതെ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ട് അങ്ങനെയാണ് ഞാനിപ്പോഴും മിക്ക എല്ലാ ലോട്ടസ് ട്യൂബറുകളും ഇപ്പം നടുന്നത്. എല്ലുപൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇപ്പോൾ ഇത് കാണുന്നത് മറ്റ് കുറച്ച് വാട്ടർ പ്ലാന്റ്സുകളും കൂടിയാണ്. ഇപ്പോൾ എല്ലാം ഒരുപാട് പോച്ചയൊക്കെ കയറി കിടക്കുകയാണെങ്കിലും ഫ്ലവറൊക്കെ വിരിഞ്ഞപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് പല പല സ്ഥലത്തായിട്ട് നമ്മൾ വെച്ചേക്കുന്നതാണ്. നമ്മൾ കിണറിൻ്റെ അടുത്തായിട്ടൊക്കെ വെച്ചിരിക്കുന്ന വാട്ടർ ലില്ലിയും ലോട്ടസും ഒക്കെയാണ്. അത് വാട്ടർ ലില്ലി വൈറ്റ് വാട്ടർ ലില്ലിയാണ്. അതിനകത്ത് ഒരു വണ്ട് വന്നിരുന്ന് പൂക്കളെല്ലാം തിന്ന് നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുളക്കോഴിയുടെ ശല്യമുണ്ട്. കുളക്കോഴി ഇതെല്ലാം നാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക വാട്ടർ ലില്ലിയുടെ ഫ്ലവറും ലോട്ടസിൻ്റെ എല്ലാം കുളക്കോഴി ഒന്ന് നശിപ്പിക്കാറുണ്ട്. എങ്കിലും എല്ലാം മഴ പെയ്തതിന് ശേഷമാണ് ഇതെല്ലാം നല്ല ഫ്രഷായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെയധികം ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ള വാട്ടർ ലില്ലികളാണ്. ഇനിയിപ്പോൾ നമുക്ക് സെയിലിൻ്റെ വിവരങ്ങൾ പറയാം. ഇപ്പോൾ കാണുന്ന ലീല ലോട്ടസാണിൻ്റെ ഫ്ലവറാണ്. ലീല ലോട്ടസ് ഇപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച തൊട്ടൊക്കെ സെയിലിനായിട്ടുണ്ട്. വളരെ കുറച്ച് ട്യൂബറുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ID മാറിപ്പോയ ട്യൂബറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്ലവറാണിത്. ഇത് നേരത്തെയുള്ള ഫ്ലവറാണ് അഖിലയുടെ. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് എല്ലാവർക്കും തന്നെ ലോട്ടസിലൊക്കെ ഫ്ലവർ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇപ്പം ലോട്ടസ് ട്യൂബറൊക്കെ വാങ്ങിച്ച് പോട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യെല്ലോ പിയണി, ഐശ്വര്യ, അഖില എന്നൊക്കെ ബുച്ചയുടെ 1-2 ട്യൂബറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ട്യൂബറുകളാണ് നമുക്കിപ്പം സെയിലിനായിട്ടുള്ളത്. പിന്നെ വാട്ടർ പ്ലാന്റ്സ് കോംബോയുടെ കാര്യം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം വാട്ടർ പ്ലാന്റ്സ് സെപ്പറേറ്റായിട്ടും കൊടുക്കും. അങ്ങനെ വാങ്ങുന്നവരുണ്ട്. ജപ്പോണിക്ക, മെക്സിക്കൻ സോഡ് എന്നൊക്കെയുള്ള നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സുകളാണ്. അതെല്ലാം വാട്ടർ പ്ലാന്റുകൾ ചെറിയ വിലയ്ക്കൊക്കെ തന്നെ നമ്മളത് കൊടുക്കുന്നതായിരിക്കും. കോംബോ ഓഫറായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ എല്ലാ വെറൈറ്റിയും 2-3 വെറൈറ്റിയൊക്കെ വാങ്ങുന്നവർക്ക് നമ്മൾ ഏതെങ്കിലുമൊക്കെ നല്ല വാട്ടർ പ്ലാന്റ്സുകളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇപ്പോൾ കട്ടിങ്സ് ഒക്കെ നമുക്ക് സെയിലിനുണ്ട്. അതായത് അല്ലാതുള്ള പ്ലാന്റുകളുടെയൊക്കെ കട്ടിങ്സ് ഒരുപാട് സെയിലിനായിട്ടുണ്ട്. അപ്പം വേണ്ട കൂട്ടുകാർ പറയുക. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ലോട്ടസ് ട്യൂബറും അതുപോലെ തന്നെ വാട്ടർ ലില്ലി ഫ്ലവറിങ് ആയിട്ടുള്ളതും വാട്ടർ പ്ലാന്റുകളും എല്ലാം നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇപ്പം കുറച്ച് 2 ദിവസമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നത് വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒക്കെ തന്നെയാണ്. വാട്ടർ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറിൻ്റെ കാര്യമാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റുകളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ള കൂട്ടുകാർ അതൊക്കെ കണ്ടതിന് ശേഷം തന്നെ മെസ്സേജ് ഇടുക.
ഇതൊക്കെ ചെറിയ റേറ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഈ വാട്ടർ പ്ലാന്റ്സൊക്കെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന വാട്ടർ പ്ലാന്റ്സൊക്കെ എൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വാട്ടർ പ്ലാന്റാണ്, ആ വൈറ്റും ഗ്രീനും കൂടെ ഉള്ളത്. പിന്നെ വാട്ടർ പോപ്പി, മെക്സിക്കൻ സോഡ്, മൊസൈക്ക് പ്ലാന്റ്, ഇതെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് നിങ്ങളെ കാണിച്ചതാണ്. പിന്നെ ഫ്ലവറിങ് വാട്ടർ ലില്ലികൾ ആവശ്യമുള്ള കൂട്ടുകാർ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പിക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.